ഹായ്, എനിക്ക് RBI അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഏപ്രിൽ 11-നായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. 11 റിപ്പോർട്ടിങ്. അപ്പം ജസ്റ്റ് ഒരു ഓർമ്മയിൽ ചെയ്ത എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇംഗ്ലീഷിന് കൂടുതലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു 5 എണ്ണം മിസ്പെൽഡ് ആയിരുന്നു. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് കണ്ടുപിടിക്കാൻ, രണ്ടാമത്തെ ഇൻകറക്റ്റ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അവർ ചോദിച്ചു. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരാം. കാരണം നമ്മൾ വിചാരിക്കും എല്ലാം ഇൻകറക്റ്റ് ആണെന്നും പറഞ്ഞ് നമ്മൾ ഇൻസ്ട്രക്ഷൻ വായിക്കാതെ പോയാൽ അവിടെ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പം എന്തോ നമ്മൾ ഡയറക്ഷൻസ് നോക്കി ചെയ്താൽ നമുക്ക് ഫസ്റ്റ് മിസ്പെൽഡ് വേർഡ്സ് കണ്ടുപിടിക്കാം. പിന്നെ പാരാജമ്പിൾ ഒരു ഫിക്ഷണലാണെന്ന് തോന്നുന്നു, ഒരു പാരാജമ്പിളായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു പാരാജമ്പിൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ഇറർ സ്പോട്ടിങ് ചോദിച്ചായിരുന്നു. കോളം മാച്ച് ചെയ്യാൻ വലുതായിട്ട് ചോദിച്ചില്ല, ഒരു ക്വസ്റ്റ്യൻസേ ചോദിച്ചോളൂ. ആർ സിയുടെ കാര്യത്തിൽ മീനിങ്സും ക്ലോസസ്റ്റ് മീനിങ്ങാണ് ചോദിച്ചത്. അനണിം ഒന്നും ചോദിച്ചില്ല, സിനണിം ആയിട്ടായിരുന്നു ചോദിച്ചത്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസും ചോദിച്ചു. പിന്നെ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ പാരഗ്രാഫിലുള്ള ഒരു പോർഷൻ അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എത്ര വായിച്ചിട്ടും അങ്ങോട്ട് അതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നില്ല. അപ്പം അത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ക്വസ്റ്റ്യൻ്റെ ഇറർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ഓപ്ഷൻ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ ലോജിക്കലായിട്ട് എടുക്കേണ്ടി വന്നതും ആവാം, ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഞാനത് അറ്റൻഡ് ചെയ്യാൻ നിന്നില്ല, നെഗറ്റീവ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രേസൽ റീപ്ലേസ്മെൻ്റ് ആയിരുന്നെന്ന് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കാരണം IDBI പിറ്റേ ദിവസം എക്സാം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയാണോ ഇതിൻ്റെയാണോ അറ്റൻഡ് ചെയ്തതിൽ ക്വസ്റ്റ്യൻസ് ഓർമ്മ വന്നത്, അങ്ങനെയുള്ളൊരു ക്ലാഷ് ഉണ്ട്. പക്ഷെ കൂടുതലും ഇതൊക്കെ തന്നെയാണ് ചോദിച്ചത്. ഫ്രേസൽ റീപ്ലേസ്മെൻറ്റ് ചോദിച്ചു. പിന്നെ കോണ്ടിൻ്റെ കേസിൽ വരുവാണെങ്കിൽ കൂടുതലും ഒരുപാട് സിംപ്ലിഫിക്കേഷൻസ് ചോദിച്ചു. നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സ്പീഡ് മാത്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിന് ചെയ്യാൻ പറ്റേണ്ട സിംപ്ലിഫിക്കേഷനാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് റോങ് നമ്പർ സീരീസ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും അവസാനമൊക്കെ കിടന്ന് റോങ് നമ്പറിൽ നെഗറ്റീവ് വീഴുമെന്ന് എനിക്കൊരു പേടിയുള്ളതുകൊണ്ട്, എന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുള്ള ക്വസ്റ്റ്യൻസ് ആവും എന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ അവസാനം ഈ റോങ് നമ്പർ ചെയ്യാറുള്ളൂ എൻ്റെ കേസിൽ. അപ്പം എനിക്ക് കൂടുതൽ സ്ട്രോങ് സിംപ്ലിഫിക്കേഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ചെയ്ത്. പിന്നെ ഇനിക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്നൊരു ഡൗട്ട്, അത് IDBIക്കായിരുന്നു ഇനിക്വാളിറ്റി ചോദിച്ചതെന്നൊരു ഡൗട്ടുണ്ട്. ഇനിക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്ര ഉറപ്പില്ല, പക്ഷേ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാർക്ക് പ്രൈസിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ, ഇംഗ്ലീഷ് ഞാൻ ചെയ്ത അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 30 ഒരു 28 ഞാൻ അറ്റൻഡ് ചെയ്തത്. ഒരെണ്ണം എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ചെയ്തില്ല. ഒന്ന് ഞാൻ പിന്നെ പറഞ്ഞ കണക്ക് RCയുടെ ഒരു ഡൗട്ടായിരുന്നു, അതുകൊണ്ട് അതും ചെയ്തില്ല. 30-ൽ 28 ഞാൻ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് അരിത്തമെറ്റിക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാർക്ക് പ്രൈസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കേസിലാണ് മാർക്ക് ക്വസ്റ്റ്യൻ വന്നത്. മാർക്ക് പ്രൈസും ഡിസ്കൗണ്ടും ഒക്കെ തന്നിട്ട് സെല്ലിംഗ് പ്രൈസും തന്നിട്ട് മാർക്ക് പ്രൈസ് ഇത്ര കൂടി കണ്ടുപിടിക്കുക, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം ഉണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. DI ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചത്. ലൈൻ ഗ്രാഫ് ആയിരുന്നു ചോദിച്ചത്. ലൈൻ ഗ്രാഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു DI. ഇനി ഇനിക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ റീസണിങ് ആണ്. റീസണിങ്ങിനകത്ത് ഒരു മീനിങ് ഫുൾ വേർഡ് കണ്ടുപിടിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മീനിങ് ഫുൾ വേർഡ് എന്ന് പറയുമ്പം നമുക്കൊരു കുറേ വേർഡ്സ്, ഒരു ലെറ്റർ വന്നിട്ട് അതിൽ നിന്ന് അസെൻഡിങ് ഓർഡറിൽ കുറച്ച് വേർഡ് തന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് എടുത്തെഴുതുക. അങ്ങനെ എനിക്ക് കിട്ടിയ വേർഡ് ഫിഷ് എന്നാണ്. നിങ്ങൾക്ക് കിട്ടിയത് ഫിഷ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഒറ്റ വാക്കി കിട്ടിയുള്ളൂ, ഫിഷ്. ആ വേർഡ് HSHIF എന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നത്. അപ്പം ഫിഷാണ് അതിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടാൻ തോന്നിയത്. ഒറ്റ വേർഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതാ കൊടുത്തത്. വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ആൽഫ ന്യൂമറിക്ക് സാധാ ചോദിക്കുന്ന കണക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കോഡിങ്, ഡീകോഡിങ് അത് നമുക്കറിയാവുന്നതല്ലേ. ഒരു കുറേ ക്വസ്റ്റ്യൻസ് കുറേ ഡീകോഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ തന്നിട്ട് എടുത്തെഴുതാൻ ചോദിക്കും. അതിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. ബ്ലഡ് റിലേഷൻ,
കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ഇനിക്വാളിറ്റി ആയിരുന്നു ഫസ്റ്റ്. ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഇനിക്വാളിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. മന്ത് ബേസ്ഡ് പസിൽ ചോദിച്ചു. മന്ത് ബേസ്ഡ് എന്ന് പറയുമ്പം 2 ഡേറ്റ് തന്നിട്ട് ഏതാ മന്ത്, 2 ഡേറ്റ് വെച്ചിട്ട് ഇപ്പം 8, 14 ആ 2 ഡേറ്റിൽ കുറേ മന്ത്, ഒരു 4 മന്ത് വരുന്ന അങ്ങനെയുള്ളൊരു കേസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. 8 ഫ്ലോർ വരുന്നൊരു ഫ്ലോർ ബേസ്ഡ് പസിലും ചോദിച്ചിരുന്നു. പിന്നെ ബോക്സ് പസിൽ, അത് കഴിഞ്ഞ് ഫില്ല് ചെയ്യാനുള്ള ബോക്സ് പസിലായിരുന്നു. എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ തന്നിട്ടുള്ളത്. നമ്പർ പെയർ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് നമ്പർ പെയർ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഓഡ് വൺ ഔട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ മിസ്ലേനിയസ് എന്തോ ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചു, അത് ഓർമ്മ കിട്ടുന്നില്ല എന്തായിരുന്നു എന്ന്. അപ്പം റീസണിങ് ഇത്രയായിരുന്നു. റീസണിങ് ഞാൻ ഫുൾ അറ്റൻഡ് ചെയ്തു, 35 അറ്റൻഡ് ചെയ്തു. പിന്നെ എന്തെങ്കിലും ഒരു പേടിയുള്ളത് ഈ ആൽഫ ന്യൂമറിക്കിലോ കോഡിങ് ഡീകോഡിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നാണ് ആകെയുള്ളൊരു പേടി. കാരണം സ്പീഡിന് പെട്ടെന്ന് ചെയ്ത് പോവുമല്ലേ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാനോ റിവ്യൂ ചെയ്യാനോ ഒന്നും അപ്പോൾ സമയമില്ലല്ലോ. അതായത് ആൽഫ ന്യൂമറിക്കിൽ തന്നെ അങ്ങോട്ട് നീക്കി നോക്കണമെന്നോ ഇപ്പുറത്തോട്ടെങ്ങാനും മിസ്സായിട്ടുള്ള വല്ല പോർഷൻ ഉണ്ടോയെന്നോ അങ്ങനെയൊന്നും നോക്കിയില്ല. അപ്പോൾ ഈ 2ലാണ് ഡൗട്ടുള്ളത്. അങ്ങനെ ഓവറോൾ QA ഞാൻ 2 അറ്റൻഡ് ചെയ്തില്ല. ഓവറോൾ എൻ്റെ അറ്റംപ്റ്റ് 96 ആണ് 100-ൽ. കട്ട് ഓഫ് എന്തായാലും കൂടുതലായിരിക്കും, ഒരു 98 വരെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. സോ ഒരു 92 to 90, 92 അല്ല, ഒരു 95 to 98 ഒക്കെ പ്രതീക്ഷിക്കാൻ തോന്നുന്നു. കാരണം വേക്കൻസി വളരെ കുറവാണല്ലോ, വേക്കൻസി ഒരു 6 ഉള്ളൂ. അപ്പം കട്ട് ഓഫ് നല്ല കൂടുതലായിരിക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന നമുക്ക് എക്സാംസിന് അത് യൂസ്ഫുൾ ആവും. അടുത്ത SBIയും LICയുടെ ഒക്കെ വരാൻ പോകുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ IBPS ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നമുക്ക് യൂസ് ആവും.